ഫസ്റ്റ് റൗണ്ടപ്പ് തുടരുന്നു. സംസ്ഥാനത്തെ +2 സർട്ടിഫിക്കറ്റിൽ ഗുരുതര പിഴവ്. വിതരണത്തിനെത്തിച്ച 30,000-ഓളം സർട്ടിഫിക്കറ്റുകളിലാണ് തെറ്റ്. ഒന്നാം വർഷ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് രണ്ടാം വർഷ സർട്ടിഫിക്കറ്റിലും രേഖപ്പെടുത്തിയതായാണ് കണ്ടെത്തൽ. തുടർന്ന് സർട്ടിഫിക്കറ്റുകൾ പിൻവലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. മീഡിയ 1 എക്സ്ക്ലൂസീവ്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ സ്കൂളുകളിൽ എത്തിച്ച സർട്ടിഫിക്കറ്റുകളിലാണ് ഗുരുതരമായ തെറ്റ് കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് സർട്ടിഫിക്കറ്റ് വിതരണം ആരംഭിച്ചത്. നിരന്തര മൂല്യനിർണ്ണയത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ലഭിച്ച അതേ മാർക്കാണ് രണ്ടാം വർഷത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷണൽ വിഷയങ്ങളിലെ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്കിലാണ് പിഴവ് കണ്ടെത്തിയത്. എന്നാൽ ആകെ മാർക്ക് ശരിയായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 30,000-ഓളം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളിലാണ് ഗുരുതരമായ തെറ്റ് സംഭവിച്ചത്. തെറ്റ് കണ്ടെത്തിയ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇതെവിടെയാണ് പിഴവ് പറ്റിയത്? ഇതൊരു സോഫ്റ്റ്വെയറിനകത്തിലുണ്ടായ പിഴവാണ് എന്ന് പറഞ്ഞ് തടി ഊരാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയാണ്. വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി തകർക്കാനുള്ള ചില ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി നടന്നു വരുന്നതായി ഞങ്ങൾ സംശയിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന മാർക്ക്ഷീറ്റുകളിൽ ഇത്ര വലിയ പിഴവുകൾ എങ്ങനെ വന്നു എന്ന് സമഗ്രമായി അന്വേഷിക്കേണ്ടതാണ്. പ്രിന്റിംഗ് പ്രസ്സിലെ സോഫ്റ്റ്വെയർ തകരാർ മൂലം പിഴവ് സംഭവിച്ചെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. തെറ്റ് കണ്ടെത്തിയ മാർക്ക് ലിസ്റ്റുകൾ വിതരണം ചെയ്യേണ്ടതില്ലെന്ന് പ്രധാന അധ്യാപകർക്ക് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിനകം തെറ്റ് തിരുത്തിയ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ എത്തിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. വിജിൻ വായാന്തോട്, മീഡിയ 1, തിരുവനന്തപുരം.